ജനങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്ന് CPIM. ജാഗ്രതയോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും CPIM തീരുമാനം. ദേശീയതലത്തിൽ ഇടതുപക്ഷം സർക്കാർ ഉണ്ടാക്കില്ലെന്ന തോന്നലും ജാതിമത സംഘടനകൾ BJP അജണ്ടയ്ക്ക് വിധേയമായതും പരാജയത്തിന്റെ കാരണമായെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. 5 ദിവസമായി ചേർന്ന CPIM സംസ്ഥാന നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയം സമഗ്രമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യ സഖ്യം BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഏറ്റുമുട്ടുന്നത് പരിമിതിയായി. കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണെന്ന ജനങ്ങളുടെ ബോധം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പ്രതികൂലമായി ബാധിച്ചതായും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചത് വളരെ ഗൗരവപൂർവ്വം ജനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പരാജയം അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ, വർഗീയവൽക്കരണത്തിന് ഉതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, നിലപാടുകൾ, ഇതിനെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ രൂപീകൃതമായ SNDPയിലെ ഒരു വിഭാഗം സംഘപരിവാറിന് അനുകൂലമായി. തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJSന്റെ രൂപീകരണത്തോടെ BJP ആസൂത്രിതമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടു. കേന്ദ്ര ഗവൺമെന്റ് BJP രൂപീകരിച്ച സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഒരു മുന്നണി പോലെ UDFനും ലീഗിനുമൊപ്പം പ്രവർത്തിച്ചു. ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. UDF, ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPI, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ലീഗ്, കോൺഗ്രസ് ഐക്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ക്രൈസ്തവരിലെ ഒരു വിഭാഗം BJPക്ക് അനുകൂലമായി മാറി. ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതിന്റെ ആവശ്യകത എന്തെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. എന്നിട്ടല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെന്റ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത് ജനങ്ങളെ സ്വാധീനിച്ചു. തിരുത്തൽ നടപടിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ജൂലൈ 2 മുതൽ ആരംഭിക്കും. ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന 4 മേഖലാ യോഗം മുതൽ ബഹുജന കൂട്ടായ്മ വരെ നടത്താനാണ് CPIM തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.